ഹായ് ഗൈസ്, റാസ്വേലിന്റെ പുതിയ റോഡിലേക്ക് അപ്പോൾ നമ്മളിങ്ങനെ ചാലഞ്ചാണ് എടുക്കാൻ പോകുന്നത്. എന്താ നിനക്ക് മനസ്സിലായോ? എനിക്ക് മനസ്സിലായിട്ടില്ല. എന്താ ഗെയിം എന്ന് അമ്മ പറഞ്ഞു. കുഞ്ഞാറ്റിക്ക് അറിയാം. കുഞ്ഞാറ്റി പറയട്ടെ. ഈ വെള്ളം കണ്ടോ? ഈ വെള്ളത്തിനകത്ത് വെള്ളം കോരി എടുത്തിട്ട് ഇത് വീഴിക്കാതെ നമ്മുടെ ഈ കുപ്പിയോട്ട് ഇങ്ങനെ വെള്ളം വയ്ക്കുന്നവർക്ക് ഫസ്റ്റ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ ഗെയിം എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇവിടെ 2 ബൗളിനകത്ത് വെള്ളം വെച്ചിട്ടുണ്ട്, കുപ്പി പ്ലേറ്റൊക്കെ വെച്ചിട്ടുണ്ട്, 2 അളവ് ഗ്ലാസും വെച്ചിട്ടുണ്ട്. അപ്പം മത്സരം എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ബൗളിൽ നിന്ന് 2 പേർക്കും ബൗൾ കൊടുത്തിട്ടുണ്ട്. വെള്ളം കോരി ഈ ബോട്ടിൽ നിറയ്ക്കണം. ഈ പ്ലേറ്റിൽ വീഴിക്കാതെ വേണം നിറയ്ക്കാൻ. ഈ പ്ലേറ്റിൽ 2 ബോട്ടിലുണ്ട് കേട്ടോ. 2 കുപ്പിയും ഏറ്റവും സ്പീഡിൽ നിറയ്ക്കണം. ധൃതി വെക്കണ്ട, മൊത്തം അതിൽ ആക്കുകയും വേണം. എന്നിട്ട് നമ്മൾ ഫസ്റ്റ് പ്രൈസ് കണ്ടുപിടിക്കണം എങ്ങനെയാണെന്ന് വെച്ചാൽ, നിങ്ങൾ 2 പേരുടെ ഈ പ്ലേറ്റിൽ വീണ വെള്ളമില്ലേ, ഏറ്റവും കൂടുതൽ വെള്ളം വീഴിച്ച് ആരാണോ അവർ ഔട്ടാവും. എന്നുവെച്ചാൽ കൂടുതൽ വെള്ളം ഇതിലാക്കിയല്ലോ, അപ്പം കൂടുതൽ വെള്ളം ഇതിലാക്കുന്നവരാണ് ഔട്ടാകുന്നത്. മനസ്സിലായല്ലോ? കുഞ്ഞാറ്റയ്ക്ക് മനസ്സിലായോ? മനസ്സിലായി. 2 ബോട്ടിലുണ്ട് നിറയ്ക്കാൻ. അപ്പം ഇതിന് സമ്മാനമൊക്കെ ഉണ്ട്. അത് ഇവർക്കറിയത്തില്ല, സർപ്രൈസ് ആയിട്ട് വെച്ചേക്കാണ്. അപ്പം നമുക്ക് മത്സരം തുടങ്ങിയാലോ? എന്തെങ്കിലും സംശയമുണ്ടോ? ഇല്ല. അപ്പൊ റെഡി? ഒഴിച്ച് കള്ളക്കളിക്ക് എപ്പോഴും മുന്നിൽ. സ്റ്റാർട്ട് ചെയ്യാം. റെഡി? 1 2 3 സ്റ്റാർട്ട്. തുടങ്ങിക്കോ. എഴുതി വെക്കണ്ട കേട്ടോ മുന്നിൽ. അതുകൊണ്ടാണ്. അപ്പുറത്തോട്ട് ഇപ്പുറത്തോട്ട് നോക്കണ്ട, നിറച്ച് അല്ലേ? ചേരക്കുട്ടിയുടെ കുപ്പി ഏതാണ്ട് പകുതിയായി. നോക്കണ്ട. ബുദ്ധിപരമായിട്ട് എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് മത്സരത്തിൽ പങ്കെടുക്കാം. കേട്ടല്ലോ? ഇവിടെ പ്രയോഗിക്കേണ്ടത് ബുദ്ധിയാണ്. ആർക്കാണ് നല്ല ബുദ്ധിയും നമുക്ക്. വെള്ളം തീരുന്തോറും ഞാൻ ഒഴിച്ചു തന്നുകൊണ്ടിരിക്കും കേട്ടോ. പിന്നെ ചേരക്കുട്ടിയുടെ 1 ബോട്ടിൽ നിറഞ്ഞു. അപ്പം നമുക്ക് ചേരക്കുട്ടിക്ക് അടുത്ത ബോട്ടിൽ കൊടുക്കാം. യെസ്, നിറഞ്ഞു. നെക്സ്റ്റ്. അതെടുക്കല്ലേ അവിടെ വെക്ക്. ഇപ്പോൾ 1 ബോട്ടിൽ ചേരക്കുട്ടി നിറച്ച്. വെള്ളം ഉണ്ടല്ലോ, നിറച്ചും വെള്ളമുണ്ട്. അപ്പൊക്കൊന്ന് തുടയ്ക്കൊന്നും വേണ്ട കേട്ടോ. വെറുതെ വെക്കരുത്. മതി. അപ്പം രോണയുടെ 1 കുപ്പി നിറയാറായി. യെസ്, നിറഞ്ഞു. മാറ്റിത്തരാം. അടുത്ത കുപ്പി. ഓക്കെ. ചേരക്കുട്ടി ചുമ്മാ കോരി വെച്ചോണ്ടിരിക്കാം. ഞാൻ പറഞ്ഞ് മനസ്സിലായിരുന്നു, പാത്രത്തിൽ വെള്ളം വീഴിക്കാൻ പാടില്ല. ഇനിയിപ്പോൾ അവർ ഗ്ലാസിൻ്റെ അളവ് നോക്കും കേട്ടോ. യെസ്. ഉണ്ട്. കുഞ്ഞാറ്റ വളരെ ബുദ്ധിപരമായിട്ട് നിറച്ച് തുളുമ്പി ഒഴിച്ചിട്ടുണ്ട്. ഇപ്പോൾ ചേരക്കുട്ടി മത്സരം കഴിഞ്ഞു. കൈ തുടക്കാം. 2 ഇവിടെ കയറി പിടിക്കില്ലേ? വേണ്ട, അങ്ങനെയൊന്നും വേണ്ട. ചേരക്കുട്ടി 2 ബോട്ടിൽ. ചേരക്കുട്ടി അവിടെ ഇരുന്നോ.
കുറച്ചുകൂടെ മുന്നിൽ കണ്ടോ ശരിക്കും നടക്കുന്നു. അവിടെ ഇരി അവിടെ ഇരി. ദ്രോണയുടെ കുപ്പി ഇപ്പം നിറയും. പകുതി ദ്രോണ ഇപ്പം ബുദ്ധിപരമായിട്ടാണ് കളിക്കുന്നത്. ഗ്ലാസ്സിൽ വെള്ളം എടുത്ത് നിറച്ചെടുത്തിട്ട് പകുതിയോടെ ഒഴിക്കും. ഒന്നേച്ച് കുപ്പിയിലേക്ക് കമത്തും. ഇപ്പം നിറയാറായിട്ടുണ്ട് അല്ലേ? കൈവിട്ടെ. രണ്ടുപേരുടെയും ഗെയിം കഴിഞ്ഞു. ദ്രോണയെ നിറച്ചു, ചേർക്കുട്ടി നിറച്ചു. രണ്ടുപേരുടെ ഗ്ലാസ് ഇവിടെ ഇരിക്കട്ടെ. അതെ, രണ്ടുപേരുടെയും ഗ്ലാസ്. അപ്പം നമുക്ക് കുഞ്ഞാറ്റ അവിടെ ഇരുന്നേ, കുഞ്ഞാറ്റ അവിടെ ഇരുന്നേ. ബോട്ടിൽ നിറച്ച് എല്ലാവരും കണ്ടല്ലോ അല്ലേ? അപ്പം ഇതിനകത്തേക്ക് നമുക്ക് ആദ്യം ചേർക്കുട്ടിയല്ലേ ഇത് ബോട്ടിൽ നിറച്ചത്. ചേർക്കുട്ടിയുടെ വെള്ളം എത്രയുണ്ടെന്ന് നോക്കാം. ഒരു ഗ്ലാസ് ഫുള്ളുണ്ട്. ദ്രോണ ഒരു ഗ്ലാസ് ഫുള്ളും നിറഞ്ഞു തുളുമ്പി. അപ്പം കൂടുതലുള്ളവർ ഫെയിലാവുമെന്ന് നമ്മൾ പറഞ്ഞായിരുന്നു അല്ലേ? അപ്പം കുറച്ച് വെള്ളമാണ് കുഞ്ഞാറ്റ ഈ പാത്രത്തിലേക്ക് കളഞ്ഞിട്ടുള്ളൂ. അപ്പം ഈ മത്സരത്തിൻ്റെ വിജയി ആരാണ്? ചേർക്കുട്ടി. കൈകൊട്ട. ഞാൻ ശരിക്കും ഓർത്ത കുഞ്ഞാറ്റയാണ് ഓർത്തുന്നത്. അപ്പം നമ്മുടെ മത്സരം അവസാനിച്ചു. രണ്ടുപേരോടും പറഞ്ഞിട്ടുണ്ടായിരുന്നു സർപ്രൈസ് ഗിഫ്റ്റ് ആയിരിക്കുമെന്ന്. അപ്പോൾ ഫസ്റ്റ് പ്രൈസ് അടിച്ച് ചേർക്കുട്ടിക്ക് സമ്മാനം കൊടുക്കുന്നത് എപ്പോഴത്തെയും പോലെ തന്നെ നമ്മുടെ ചേട്ടായിയാണ്. അപ്പോൾ ചേട്ടായിയുടെ കൊടുക്കാം. ഫസ്റ്റ് പ്രൈസ് സമ്മാനം ഒരു ഡയറി മിൽക്ക് ഫ്രൂട്ട് ആൻഡ് നട്ടിൻ്റെ ഡയറി മിൽക്ക് സിൽക്ക്, പിന്നെ ഒരു ക്രയോൺസ്, ഒരു ബോക്സ് ക്രയോൺസ്, ഇതൊരു ഡ്രോയിങ് ബുക്ക്. അപ്പോൾ ഒരു ഡ്രോയിങ് ബുക്ക്. അപ്പോൾ ഇത് മൂന്നുമാണ്. ഒരു ഡ്രോയിങ് ബുക്കും ഒരു ഡയറി മിൽക്ക് സിൽക്കും ഒരു ക്രയോൺസിൻ്റെ ഒരു ബോക്സും. അപ്പം ഇത് മൂന്നുമാണ് ഫസ്റ്റ് പ്രൈസായ സേറക്കുട്ടിക്ക് കൊടുക്കാൻ പോകുന്നത്. ഇഷ്ടപ്പെട്ടോ? ഏതാ ഏറ്റവും ഇഷ്ടപ്പെട്ടത്? ഡ്രോയിങ് ബുക്കാണ് ഇഷ്ടപ്പെട്ടത്. ഡ്രോയിങ് അല്ലല്ലോ, കളറിങ് ബുക്ക്, സോറി. അപ്പം ഇവിടെ ചേട്ടായി സേറക്കുട്ടിക്ക് കൊടുക്കുക. ആയിക്കോട്ടെ, അവിടെ ഇടാം. ഇനി സെക്കൻഡ് പ്രൈസ് സേറക്കുട്ടി കൊടുക്കണം. ഇങ്ങോട്ട് കൊടുക്കണം, ഇങ്ങോട്ട് നോക്കടി. സെക്കൻഡ് പ്രൈസ് ഇതൊരു ഡ്രോയിങ് ബുക്കാണ്. ചേട്ടായിക്ക് വരയ്ക്കാൻ, അപ്പോൾ കുഞ്ഞിന് വരയ്ക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എപ്പോഴും ഈ റഫ് ബുക്കിലൊക്കെയാണ് വരയ്ക്കുന്നത്. അതുകൊണ്ട് നമ്മളൊരു ഡ്രോയിങ് ബുക്ക് അവനെപ്പോഴും പറയുമായിരുന്നു. അപ്പം സെക്കൻഡ് പ്രൈസ് ഒരു ഡ്രോയിങ് ബുക്കും ഫ്യൂസിൻ്റെ 3 മുട്ടായി. ഓക്കെ, പറയട്ടെ. കാഡ്ബറി ഫ്യൂസ് 3 എണ്ണം, പിന്നെ ഒരു ഡ്രോയിങ് ബുക്കും. അപ്പോൾ ഇത് സമ്മാനം ചേട്ടായിക്ക് കൊടുക്കുന്നത് നമ്മുടെ ചേറക്കുട്ടിയാണ്. ചേറക്കുട്ടിയുടെ ഇനി ഉണ്ടോ? പിടിക്കാം. ഇത് പിന്നെ കൊടുക്ക. കുഞ്ഞിന് ഇതിലേതാ ഇഷ്ടപ്പെട്ടെ? ഫ്യൂസാണോ ഡ്രോയിങ് ബുക്കാണോ? ഡ്രോയിങ് ബുക്ക്. അപ്പം ഇത് രണ്ടും, ഈ ഫ്യൂസും ഈ ഡയറി മിൽക്കും എനിക്ക്. അതിനാ നിങ്ങൾക്ക് രണ്ടുപേർക്ക് അതല്ലേ ഇഷ്ടപ്പെട്ടെ? അപ്പം ഇതേ എനിക്കിഷ്ടപ്പെട്ടെ. ഞാൻ എടുത്തോട്ടെ. ഇതോ ഇതോ അമ്മയ്ക്ക്. എനിക്കിതൊന്നും വേണ്ട. അപ്പം നിങ്ങളെ മത്സരത്തിൽ പങ്കെടുക്കാൻ വിജയിക്കുക എന്നതായിരുന്നു നമ്മുടെ ലക്ഷ്യം. അപ്പം ഇത്രയേ ഉള്ളൂ ഞങ്ങൾക്ക് പറയാൻ. എനിക്ക് അപ്പം ഇത്രയൊക്കെ ഉള്ളൂ ഞങ്ങൾക്ക്. രണ്ടുപേരും കൈ പിടിച്ചേ. അപ്പം ഇത്രയേ ഉള്ളൂ ഞങ്ങൾക്ക് പറയാൻ. ഞങ്ങളുടെ ഈ ചെറിയൊരു മത്സരം, ഒരു ചലഞ്ച് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഇതുപോലെ തന്നെ നന്ദി. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.
നാളെ വരാം. Bye.